ബാക്ക് റൂംസ് ഈ സിനിമ കാണാൻ സജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടേ പറ്റൂ, ഗംഭീര സിനിമയാണെന്നുള്ള കമൻസും മെസ്സേജുകളും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കണ്ടു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ഓഡിയോ വിഷ്വൽ ട്രീറ്റാണ്. പടം കഴിഞ്ഞാൽ നമ്മൾ പടത്തിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലേക്ക് പോകുന്ന സിനിമകൾ പൊതുവെ എനിക്കിഷ്ടമാണ്. അങ്ങനെ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇത് എന്തായിരിക്കും, ഈ കഥാപാത്രം ഇങ്ങനെയായിരിക്കുമോ, സിറ്റുവേഷൻ ഇതായിരിക്കുമോ, ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഒരുപാട് ആലോചിക്കാൻ പ്രേരിപ്പിച്ച ഒരു അടിപൊളി എക്സ്പീരിയൻസ്. പക്ഷേ സർട്ടിഫൈഡ് ആണ്. അതുപോലെ ഒരു ഹൊറർ ആ ഒരു മൂഡിലേക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേറൊന്നും പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോരുതെന്നേ ഞാൻ പറയുള്ളൂ. തിയേറ്ററിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ആദ്യം അവർ ഉറക്കെ സംസാരിച്ചു, ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ പകുതി പേര് എണീറ്റ് പോയി. പക്ഷേ അതിൽ ഒരാൾ മിച്ചൊരുപ്പുണ്ടായിരുന്നു, അയാൾ അവിടെ ഇരുന്ന് കൂർക്കം വലിക്കുകയായിരുന്നു. അതായത് സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര സൈലൻസ്, അതിൻ്റെ ഇടയിൽ വളരെ കുറച്ച് ഡയലോഗ്സ് ശബ്ദം താഴ്ത്തിയൊക്കെ പോകുന്ന, എന്ന് വെച്ചാൽ ശബ്ദത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഗംഭീര ഡയലോഗ്സ് ഉള്ളൊരു സിനിമയാണ്. പക്ഷേ ഈ ശബ്ദം താഴുമ്പോൾ പുള്ളി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കൂർക്കം വലി കാരണമുള്ള ഒരു ശല്യം ഉണ്ടായിരുന്നു. പുള്ളിനെ തട്ടി വിളിക്കാൻ ആംഗ്യം കാണിച്ചിട്ടും കൂടെ ഇരിക്കുന്നതിന് ഒരു മൈൻഡും ഇല്ല. പിന്നെ അർദ്ധരാത്രി ഷോയാണ്, പരിചയമില്ലാത്ത ആൾക്കാരാണ്, അപ്പം അങ്ങനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്കും ഫോഴ്സ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്നെ സംബന്ധിച്ച് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ട അത്രയും സമയവും എന്താണെന്നറിയോ, നമ്മൾ ഉച്ചയ്ക്ക് നല്ല വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോഴേക്കും ഒന്ന് കിടന്നുറങ്ങി ഒരു 6 മണിക്ക് എണീക്കുമ്പോഴേക്ക് മിക്കവാറും കേസുകളിൽ ഒരു ദുസ്വപ്നം കാണൂലേ. അതായത് നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് നമുക്ക് ഭയങ്കര റിയലായിട്ട് ഫീൽ ചെയ്യുന്ന ചില സ്വപ്നങ്ങൾ. ആ സ്വപ്നത്തിൽ ചിലപ്പോൾ നമ്മളൊരു തുരങ്കത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു ബിൽഡിങ്ങിലായിരിക്കും, ചിലപ്പോൾ കാട്ടിലായിരിക്കും. നമ്മൾ ഓട്ടമാണ്, നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഏതൊരു ശക്തിയിൽ നിന്നും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശബ്ദം നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. നമുക്ക് ഈ സ്വപ്നത്തിൽ നിന്നും ഉണർന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഓടിക്കൊണ്ടേയിരിക്കുന്നു, ഓടി 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 അങ്ങനെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങളില്ലേ, ആ സ്വപ്നത്തിൻ്റെ ഒരു വൈബ് തരാൻ സിനിമയ്ക്ക് പറ്റി എന്നുള്ളതാണ്. ഞാനിപ്പോൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞപ്പോൾ നിങ്ങളത് ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇത്തരം സ്വപ്നങ്ങൾ മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് വിഷ്വലി നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഫീല് നമ്മളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ വലിയ മോൺസ്റ്റർ പരിപാടികളൊന്നും കാണിക്കുന്നില്ല. ഒത്തിരി ബ്ലഡ് ഷെഡ് സാധനങ്ങളോ ഭയങ്കര അറപ്പിക്കുന്ന കാഴ്ചകളോ കുറച്ചുണ്ട്, വളരെ കുറച്ച് മാത്രമുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നുമില്ലാതെ ഇവർക്ക് ആ ഒരു ഫീല് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 20 വയസ്സുള്ള ഒരു യൂട്യൂബറാണ് ഈ സിനിമ സംവിധാനം ചെയ്തതെന്നാണ് കണ്ടത്. അയാളുടെ തോട്ട് പ്രോസസ്സ് എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം അതങ്ങനെയാണ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു മനുഷ്യനും കുറച്ച് സൈലൻസ് ഉള്ളൊരു വലിയ സ്പേസ് മാത്രം വെച്ചിട്ട് എത്രയോ സമയം നമ്മളിങ്ങനെ ടെൻഷൻ അടിപ്പിച്ചിരുത്തുകയാണ്. നമ്മളൊന്നും കാണുന്നില്ലടോ, കുറച്ച് ശബ്ദങ്ങൾ മാത്രമാണ്. അത് മാത്രം വെച്ച് നമ്മുടെ ഉള്ളിലൊരു രൂപം ഉണ്ടാകുന്നു, നമുക്ക് പേടി ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്കതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നോക്കി കാണാം. ഇപ്പോൾ ഒരു അത്ഭുത സിനിമ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി ഒരാൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഒരു അത്ഭുത സിനിമ എന്നുള്ള രീതിയിൽ കാണാം. ഇനി അതല്ല, ഇതിനകത്ത് പറയുന്നുണ്ട് MRI മെഷീൻസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനി, അങ്ങനെ ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉപയോഗിച്ച് അവർ ചെയ്തപ്പോൾ സംഭവിച്ചു പോയൊരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാം. ഇനി അതല്ല, ഇത് ഇവരുടെ ചൈൽഡ്ഹുഡാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അതുമല്ല, ഇതൊരാളുടെ മൈൻഡിനകത്ത് നടക്കുന്നൊരു കഥയാണ് എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. ഈ പോസിബിലിറ്റീസിനെ എല്ലാത്തിനും കണക്ട് ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് കിട്ടും. പക്ഷേ ഇടയ്ക്കൊരു സ്ഥലത്ത് ഇത് അങ്ങനെയല്ലടൂ, അത് മാത്രമല്ല ഇതിൽ വേറെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തേക്ക് പോകും. അങ്ങനെ വളരെയധികം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിച്ചിരിക്കാനുള്ള, പക്ഷേ അതിനൊന്നും മെനക്കെട്ടിട്ടില്ലെങ്കിൽ പോലും തിയേറ്ററിൽ നല്ലൊരു ക്രൗഡിനോടൊപ്പം ഇരുന്നാണ് ആസ്വദിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ജസ്റ്റ് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവണമെന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല്, ആ ഫീല് നമുക്ക് കിട്ടും. പിന്നെ പെർഫോമൻസസ് ഒരു രക്ഷയുമില്ല. തുടക്കത്തിലൊരു തെറാപ്പിസ്റ്റും അയാളുടെ ക്ലയൻറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷൻ തന്നെ എന്ത് രസമായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഞാൻ സബ് ടൈറ്റിൽ ഇല്ലാതെയാണ് ഈ സിനിമ കണ്ടത്. സബ് ടൈറ്റിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തു. കാരണം പലപ്പോഴും ഈ സബ് ടൈറ്റിൽ വരുമ്പോൾ നമ്മൾ സബ് ടൈറ്റിൽ വായിച്ചു തീർക്കാനാണ് സമയം സ്പെൻഡ് ചെയ്യുക. പക്ഷേ ഇവിടെ അതല്ല, നമ്മൾ വിഷ്വൽ ഫുള്ള് കാണുന്നുണ്ട്. അത് കാണാനുള്ളതുണ്ട്. ഓരോ ഫ്രെയിമും ഒരു ഫോട്ടോ പോലെ, എന്ന് വെച്ചാൽ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് കളർ ചെയ്ത് ഒരു ഗംഭീര ഫോട്ടോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. സൗണ്ട് വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഫീല് നമുക്ക് തരുന്ന ഒന്നാണ്. നല്ലൊരു തിയേറ്ററിൽ നല്ല ക്രൗഡിനോടൊപ്പം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ ലയൺസ് ഗേറ്റ് ആണെന്ന് തോന്നുന്നു എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലയൺസ് ഗേറ്റ് ആമസോൺ പ്രൈമിൽ നമ്മൾ കയറിയിട്ട് അവർക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് നമുക്ക് ലയൺസ് ഗേറ്റിൽ കാണാൻ പറ്റും. അതല്ലാതെ ഞാൻ കാണുന്ന രീതി എന്താണെന്ന് വെച്ചാൽ എയർടെൽ എക്സ്ട്രീം ഉണ്ടല്ലോ, നമ്മൾ എയർടെലിൻ്റെ കണക്ഷൻ എടുത്ത് എയർടെൽ താങ്ക്സ് ആപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റേ ലയൺസ് ഗേറ്റ് ആപ്പ് ഏതെങ്കിലും 1-2 OTT അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പ് എപ്പോഴും ചെയ്തു വെച്ചാണ്, എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊരു ഓർമ്മയില്ല. പക്ഷേ ഈ എയർടെൽ എക്സ്ട്രീം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്ത് അങ്ങനെ ലയൺസ് ഗേറ്റ് പ്ലേയുടെ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സിനിമകൾ കാണാറുള്ളത്. അപ്പോൾ ലയൺസ് ഗേറ്റ് പ്ലേയുടെ
സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് സമാധാനമായിട്ടാണെങ്കിലും, പക്ഷേ നല്ല ഹെഡ്ഫോണിൽ വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ ഒറ്റയിരിപ്പിന് കണ്ടു കഴിഞ്ഞാൽ ദിസ് ഈസ് സംതിങ് എന്നുള്ളൊരു ഫീൽ വരുന്ന സിനിമയാണ്. അപ്പോൾ ബാക്ക് റൂംസിൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. പിന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ദി ഫ്യൂരിയസ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ട്. ഈ ആഴ്ച പടം റിലീസാണ്. അതിൻ്റെ ട്രെയിലർ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എജാതി സാധനമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വെച്ചാൽ മറ്റേ റെയ്ഡ് സിനിമയൊക്കെ ഉണ്ടല്ലോ, റെയ്ഡ് റിഡംഷൻ, അങ്ങനത്തെ സിനിമകളില്ലേ, ആ സിനിമകൾക്കൊക്കെ ശേഷം അങ്ങനത്തെ ഒരു സാധനം നമുക്ക് തരുമെന്ന് ഉറപ്പ് വരുന്ന പോലത്തെ, എനിക്കൊന്നും അതേ ക്രിയേറ്റേഴ്സാണോ അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പം വേറെ ഒന്നും ചിന്തിക്കാനില്ല. ഈ ആഴ്ചത്തേക്ക് ഒരു സിനിമയും കൂടി ഫിക്സ് ചെയ്തു എന്ന് പറയുന്നൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.